ശ്രീ ജേക്കബ് ജോർജ്, ഇരുകൂട്ടരും 100-ലധികം സീറ്റിന്റെ ഭൂരിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് ഇത്തരം വിവാദങ്ങൾ കൂടി കടന്നു വരുന്നത്. ഇപ്പോൾ വടക്കു നിന്നാണ് ഇത്തരം ആരോപണങ്ങൾ ശക്തമായി ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിനൊക്കെ തന്നെയും തെളിവുകളുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അങ്ങ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ശ്രീ ജേക്കബ് ജോർജ്? അല്ല, ഇത് ആരോപണമാണ് സ്മൃതി, ആരോപണമാണ്. സാധാരണ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കേരളത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും അതിൻ്റെതായ ചൂടും ചൂരും ഉണ്ട് എന്നുള്ളത് വസ്തുതയല്ലേ. വീറും വാശിയും വളരെയേറെയുള്ള തിരഞ്ഞെടുപ്പുകളാണ് സാധാരണ നടക്കുക. ഇവിടെ പ്രത്യേകിച്ച് ത്രികക്ഷി മത്സരമാണെങ്കിലും ത്രികോണ മത്സരമാണെങ്കിൽ പോലും രണ്ട് കക്ഷികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റാണല്ലോ, നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. അതുകൊണ്ട് തന്നെ അതിന് ചൂടേറെ കൂടും. എങ്ങനെയും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ഓരോ മണ്ഡലത്തിലും അവരുടെ പ്രവർത്തകർ ആഞ്ഞു തന്നെ ഇറങ്ങും, യാതൊരു സംശയവുമില്ല. കൂട്ടത്തിലൊക്കെ ചില വീഴ്ചകളൊക്കെ വന്നേക്കാം, പക്ഷേ അത് അങ്ങനെ ഒരു വീഴ്ചയും വർഗീയമായ പരാമർശങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കേണ്ടതാണ്, യാതൊരു സംശയവുമില്ല. CPM അങ്ങനെ ഒരു പാളിച്ച പറ്റരുത്. CPM ആണ് വർഗീയതയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് CPM വളരെ ശക്തമായ നിലപാട് എടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു വീഴ്ച CPMന്റെ ഭാഗത്ത് വന്നുകൂടാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. CPM മാത്രമല്ല, CPMന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ. നമ്മുടെ കേരളത്തിൽ നിന്നല്ല, പൊതുവേ നമുക്ക് ഒരു പേര് കേൾക്കുമ്പോൾ അറിയാം ആൾ ഏത് ജാതിയാണ്, കുറഞ്ഞ പക്ഷേ ഏത് മതമാണെന്നറിയാൻ പറ്റും. അപ്പോൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ തന്നെ ആ ഒരു ചാപ്പകുത്തുക എന്ന് ഞാൻ പറയുന്നില്ല, ആ ഒരു മേലങ്കി അണിയുകയാണ്, ആ മതത്തിന്റെ ഒരു മേലങ്കി അണിയുകയാണ് സ്ഥാനാർത്ഥി. അതിൽ നിന്നൊക്കെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോഴേ AK ആന്റണി ക്രിസ്ത്യാനിയാണെന്ന് ആരെങ്കിലും പറയുമായിരുന്നോ? പറയല്ല. ആന്റണി പള്ളിയിൽ പോവുകയില്ല, കല്യാണം പോലും കഴിക്കാൻ പള്ളിയിൽ പോയില്ല AK ആന്റണി. അദ്ദേഹം ബിഷപ്പുമാർക്കെതിരെ, ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ, ക്രിസ്ത്യൻ മതമേധാവിത്വത്തിനെതിരെ അങ്ങനെ തന്നെ പറയണം, നിലയുറപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഈ താരതമ്യം എത്രത്തോളം നിൽക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഫാത്തിമ തെഹ്ലിയ തന്റെ പാർട്ടിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുള്ള ഒരു യുവ നേതാവാണ്, ഒരു വനിതയാണ്, ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം സ്ത്രീക്ക് എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പറ്റുക എന്നുള്ളത് അങ്ങേക്കറിയാവുന്നതാണ്. എത്രത്തോളം അതിൽ തടസ്സങ്ങൾ നേരിട്ടുണ്ടാകാം, അതൊക്കെ മറികടന്നുകൊണ്ട് അവരെത്തുന്നു. അതും ഈ പുതിയ തലമുറയുടെ ഭാഗമായി നിന്നുകൊണ്ട് പാർട്ടിക്കകത്ത് ഫൈറ്റ് ചെയ്തതും നമ്മൾ കണ്ടതാണ്, അതും വാർത്തയായിട്ടുള്ളതാണ്. അപ്പോൾ നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്തും ഒരു ഘട്ടത്തിൽ കണ്ടതാണ്. നേതൃത്വം തിരുത്തുകയും ഇവർ ഒത്തുതീർപ്പിന് തയ്യാറാകുകയൊക്കെ ചെയ്തതാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരാൾ മതത്തിന്റെ ചാപ്പയോടുകൂടി വരുന്നു എന്ന് സ്ഥാനാർത്ഥിയാണ് അങ്ങ് ഉദ്ദേശിച്ചെങ്കിൽ അതിനോട് യോജിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഫാത്തിമ തെഹ്ലിയ ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുകയാണെന്നൊരു അഭിപ്രായം അങ്ങയുടെ വാചകത്തിലുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങേക്ക് തിരിച്ചു പറയാം. ഇല്ല, ഞാനതേ ഉദ്ദേശിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിന്റെ പൊതുവായ ഒരു ചിത്രമാണ്. ഫാത്തിമ തെഹ്ലിയ അവർ നല്ല സ്ഥാനാർത്ഥിയാണ് എന്നാണ് എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ പത്രങ്ങൾ കണ്ടപ്പോഴാണ്, ഇന്നത്തെ വാർത്ത കണ്ടപ്പോഴാണ് നൂർബിന റഷീദ് എന്തുകൊണ്ട് മുതിർന്ന നേതാവാണ്, മുസ്ലിം ലീഗിന്റെ വനിതാ ലീഗിന്റെ നേതൃത്വം കൊടുത്ത വളർത്തിയെടുത്ത നേതാക്കളിൽ ഒരാളാണ് നൂർബിന റഷീദ്. എന്തുകൊണ്ട് ആ വനിത, ആ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ്, വനിതാ ലീഗിന്റെ നേതാവ് ഈ ആളിനെ എതിർത്തു? ഈ കുട്ടിയെ വ്യക്തമായിരുന്നല്ലോ, വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായിരുന്നു. അങ്ങേക്ക് അതിനോട് യോജിപ്പുണ്ടോ ശ്രീ ജേക്കബ് ജോർജ്? ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ കാലത്ത് ലൈംഗികാരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു വനിതാ നേതാവും വരാറില്ലായിരുന്നു എന്ന് പറയുന്നു. അത് എത്രത്തോളം ഒരു ന്യായമായ ഒരു പ്രതികരണമാണ്? കാരണം ഇവർക്ക് പറയാനൊരു വിഷയമുണ്ടായിരുന്നു, ആ വിഷയത്തിൽ അവർ ശക്തമായി നിലകൊണ്ടു, അതിന്റെ ഭാഗമായി നേതൃത്വത്തിന് തിരുത്തേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല എന്ന് പറയുകയാണ് നൂർബിന റഷീദ്. അതെങ്ങനെയാണ് അങ്ങേക്ക് അതിനോട് യോജിക്കാനാവുക? അല്ലല്ല, ഞാൻ അതിന്റെ ന്യായങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ അതിന് യോഗ്യനല്ല. കാരണം ഞാൻ തിരുവനന്തപുരത്തിരിക്കുന്ന ആളാണ്. ലീഗിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാധ്യമങ്ങളിൽ കൂടി അറിയുന്ന കാര്യമേ ഉള്ളൂ. എനിക്ക് മുസ്ലിം ലീഗ് നേതൃത്വവുമായിട്ട് എനിക്ക് ആ രാഷ്ട്രീയത്തിന്റെ പോക്ക് എനിക്ക് നന്നായിട്ടറിയാം. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ റോൾ എനിക്ക് നന്നായിട്ടറിയാം, അത്യാവശ്യം നന്നായിട്ടറിയാം. പക്ഷെ ഇതിനകത്ത് വനിതാ ലീഗിന്റെ ഒരു പ്രത്യേകത, പ്രസക്തി, അതുപോലെ തന്നെ ഫാത്തിമ തെഹ്ലിയയുടെ വിഷയം, അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല സ്മൃതി.
അത് ഞാൻ പഠിച്ചിട്ടില്ല. കാരണം എനിക്ക് അതിനുള്ള സാഹചര്യം ഇവിടെയില്ല. നമ്മൾ കേരള രാഷ്ട്രീയം പാടെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് അത് അത്ര വലിയ ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോറുമുള്ള ചൂടും ചൂരും എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം വിഷയങ്ങളാണോ ഈ അവസാന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയമാകേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. ഇത്തരം പ്രചാരണങ്ങൾ നടത്തിയാലാണോ വിജയിക്കാനാവുക എന്ന ചോദ്യമുണ്ട്. ഞാൻ സ്മൃതി ഞാൻ പറയുന്നത് ഇത്തരം വിഷയങ്ങളൊന്നും സാമാന്യ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് തന്നെയാണ്. ഈ ഒരു വാർത്ത കേട്ടാൽ, ഫാത്തിമ തെഹ്ലിയയെ കുറിച്ചൊരു വാചകം കേട്ടാൽ ഉടനെ മനുഷ്യന്റെ അവിടുത്തെ വോട്ടർമാരുടെ വോട്ട് മാറും, അവരുടെ ചിന്ത മാറും, അവരുടെ ചിന്താഗതി മാറും, നിലപാട് മാറുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, തിരിച്ചും വിശ്വസിക്കുന്നില്ല. അതുപോലെ പേരാമ്പ്ര ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ, ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി എല്ലാ അടവുകളും പ്രയോഗിക്കും എന്നുള്ളതും വസ്തുതയാണ്. അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും, അതായിക്കോട്ടെ. പക്ഷേ ഇതിന്റെ അകത്ത് വർഗീയ പരാമർശങ്ങൾ ഒരിക്കലും പാടില്ല. കേരള രാഷ്ട്രീയം അത്രയ്ക്കും നല്ല രാഷ്ട്രീയമാണ്. അത് വടക്കേ ഇന്ത്യക്കാരൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. അതുകൊണ്ട് അവിടെയാണ് പ്രവർത്തകരാണെങ്കിലും നേതൃത്വമാണെങ്കിലും പ്രചാരകരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത്, സ്മൃതി, എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി. Debate with Smriti Parathikkad.